പഴയ സ്റ്റാഫിലെ മറക്കാതെ ഓർമ്മിക്കേണ്ട വേറെ ചില വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് പ്രിയപ്പെട്ട ശ്രാമ്പിക്കലച്ചൻ. ശ്രാമ്പിക്കലച്ചൻ ദീർഘകാലം വടവാതൂർ സെമിനാരിയിലെ മോറൽ തിയോളജിയനായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ പോയി കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾ അച്ഛനെ ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ വളരെ ഇഷ്ടത്തോടുകൂടെ നമ്മുടെ സെമിനാരിയിൽ വന്നു. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം രോഗിയായിട്ട് കിടക്കുമ്പോഴും ഞാൻ അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോഴും മേരിമാതയെക്കുറിച്ചുള്ള വികാരവായ്പ അദ്ദേഹത്തിനുണ്ട്. ദീർഘകാലം അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം മേരിമാത സെമിനാരിയിലെ ഒരു സ്റ്റാഫ് എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്ത ശുശ്രൂഷകൾ. അതുപോലെ തന്നെ ഡഫിയച്ചനെ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ബഹുമാനപ്പെട്ട തൂങ്കുഴി പിതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടാണ് ഫ്രാൻസിസ് ഡഫി. അദ്ദേഹം ന്യൂജേഴ്സിക്കാരനാണ്. അദ്ദേഹം എല്ലാ കൊല്ലവും ഇവിടെ വരാറുണ്ട്. അങ്ങനെ നമ്മുടെ സെമിനാരിയിൽ അദ്ദേഹം കുട്ടികൾക്ക് ഒരു സ്റ്റാഫ് മെമ്പറായിട്ട് വന്നു. അദ്ദേഹം ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ ആക്സെൻറ്റ് കൊണ്ട് പലപ്പോഴും കുട്ടികൾക്ക് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ മനസ്സിലാകാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയും, ഫ്രാൻസിസ് ഡഫി അച്ഛൻ്റെ സാന്നിധ്യത്തിൻ്റെ ഒരു സൗരഭ്യം ഉണ്ടല്ലോ, അത് നമുക്കൊരിക്കലും, ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു അമേരിക്കക്കാരൻ വൈദികൻ ഒരു കുഞ്ഞ് ജുബ്ബയിട്ടിട്ട് കുട്ടികളുടെ കൂടെ ജീവിച്ചത്, പണിയാൻ പണിക്കളത്തിലിറങ്ങിയത്, അദ്ദേഹത്തിന് ഒരു പരാതിയോ ഒരു പരിമിതിയോ ഒന്നും കാണിക്കാതെ ഡഫി അച്ഛനൊക്കെ ചെയ്തിട്ടുള്ള ശുശ്രൂഷകൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അതുപോലെ മൈക്കിൾ കാര്യമറ്റത്തിലച്ഛൻ, ബൈബിളിലെ ഏറ്റവും അറിവുള്ള ആധികാരികമായിട്ടുള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. കല്ലുവീട്ടിലച്ഛനെ പോലെ തന്നെ അദ്ദേഹവും നമ്മുടെ സെമിനാരിയിലെ സ്വന്തം വീട് പോലെ അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം സെമിനാരിക്ക് വേണ്ടി നൽകിയിട്ടുള്ള പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പ്രസംഗങ്ങൾ ശരിപ്പെടുത്തുന്ന കാര്യത്തിൽ, അതിനാവശ്യമായിട്ടുള്ള ഓറിയൻറ്റേഷൻ കൊടുക്കുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ ബൈബിള് കുറേ കൂടെ ജീവിതബന്ധിയായിട്ട് പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ അവരൊക്കെ ചെയ്തിട്ടുള്ള മൈക്കിളച്ചനെ പോലെയുള്ളവർ, കല്ലുവീട്ടിലച്ഛനെ പോലെയുള്ളവരൊക്കെ ചെയ്തുള്ള ശുശ്രൂഷകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ശ്രാമ്പിക്കലച്ചൻ്റെ സാന്നിധ്യം എനിക്ക് തോന്നുന്ന ഒരു പരിമള തൈലത്തിൻ്റെ കുപ്പി പോലെ നമുക്ക് ഏറ്റവും സന്തോഷവും സ്വീകാര്യവുമായിട്ടുള്ളൊരു സാന്നിധ്യമായിരുന്നു. അങ്ങനെയുള്ള അധ്യാപകരുടെ സാന്നിധ്യം കൊണ്ട് മേരിമാത വളരെ സമ്പുഷ്ടമായിരുന്നു. മേരിമാതയിലെ പരിശീലനം വളരെ വളരെ ആധികാരികമായിരുന്നു. തോമസ് തലച്ചിറച്ചൻ ദീർഘകാലം കല്യാണിലായിരുന്നു. കല്യാണിൽ തിരിച്ചു വന്ന ശേഷം തോമസ് തലച്ചിറയച്ചൻ സ്പിരിച്വൽ ഫാദറായിട്ട് മേരിമാതയിൽ നിയോഗിക്കപ്പെട്ടു. തോമസ് തലച്ചിറയച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഹൃദയം ഒരു കർഷകൻ്റെ ഹൃദയമായിരുന്നു. അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് മണ്ണിൽ പണിയെടുക്കുക, എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ മണ്ണിൽ പണിയെടുക്കാനായിട്ട് നടത്തിയ പരിശ്രമങ്ങൾ, അദ്ദേഹം അക്കാഡമിക്കായിട്ടുള്ള ക്ലാസ്സുകളൊന്നുമില്ല, ഈവനിങ്ങിലുള്ള സ്പിരിച്വൽ കോൺഫറൻസുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ വല്ലാശ്ശേരിയിൽ പോയിട്ട് അദ്ദേഹം കൃഷിയിടങ്ങളിൽ ഇറങ്ങും. വാഴക്കൃഷി, അതുപോലെ അന്ന് കാലത്തുണ്ടായിരുന്ന ഒരു കൃഷി ഉണ്ടായിരുന്നു, എന്തുട്ടാ ഈ പടർന്നിട്ടുള്ള ഒരു ഫാഷൻ ഫ്രൂട്ടല്ല, വേറൊരു ഒരു ഒരു കൃഷി ഉണ്ടായിരുന്നു. എന്താ പറയുക, ഒരു കോവയ്ക്കല്ലട, ഈ ഭയങ്കര വിലയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങിയ കൃഷിയാണത്, വാനില. തലച്ചിറച്ചൻ വാനില കൃഷിക്കൊക്കെ കാണിച്ചിട്ടുള്ള കാശ് മുടക്കിയത് നഷ്ടമല്ലാണ്ട് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പക്ഷെ വാനിലയുടെ തോട്ടം കേരളത്തിലെ ഏറ്റവും നല്ല വാനിലത്തോട്ടം മേരിമാതയിലെ വാനിലത്തോട്ടമായിരുന്നു. അത് രാവിലെ അങ്ങ് കുർബാന കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അദ്ദേഹം അതിൻ്റെ അകത്ത് പണിയെടുത്തിട്ടുള്ളൂ. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ, ഞാൻ ചിലപ്പോഴൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മുടെ ലൈബ്രറികളിലൊക്കെ വെച്ചിരിക്കുന്ന തടിച്ച അറിവിൻ്റെ പുസ്തകത്തേക്കാൾ
ശക്തമായിട്ടുള്ള തിരിച്ചറിവിൻ്റെ പുസ്തകങ്ങളായിരുന്നു മാറൂഖ്യച്ചൻ, മൈക്കിളച്ചൻ, തലച്ചറച്ചൻ, തച്ചിലച്ചൻ, അവർ സ്രാമ്പിക്കലച്ചൻ. എനിക്ക് തോന്നുന്നു മേരിമാതാ മേജർ സെമിനാരിയുടെ ലൈബ്രറി പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ ജീവിതങ്ങളുടെ കറകളഞ്ഞ വളരെ വളരെ ആധികാരികതയുള്ള സാക്ഷ്യങ്ങൾ നമ്മുടെ സെമിനാരിയെ ഒരുപാട് വളർത്തിയിട്ടുണ്ടെന്ന് നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നു.